അടുക്കളക്കകത്തുകൂടി വാഹനം പോകുന്നൊരു പ്രതീതിയാണിവിടെ. ഇൻ്റർലോക്ക് ചെയ്ത പാതയിലൂടെ പാത ചെറുതാണെങ്കിലും വലിയ വാഹനങ്ങളാണ് കടന്നു വരുന്നത്. പലരും സൈഡ് പോലും തരുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നത് കരിവരത്ത് നിന്നുള്ള കാഴ്ചയാണ്. തമിഴ്നാട് കരിവരം. അപ്പോൾ കരിവരത്ത് നമ്മൾ അബ്ബാസ് ബിരിയാണി കടയിലോട്ടാണ് പോകുന്നത്. സമയം ഒരു 1:30 മണിയായി കാണും. നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഇവിടെയൊക്കെ എപ്പോഴും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ വിറകടുപ്പ് തന്നെയാണ്. വിറകടുപ്പിൻ്റെ മറ്റൊരു രൂപമായ ചൂള മോഡലിലാണ് ബിരിയാണിയൊക്കെ വയ്ക്കുന്നത്. ബിരിയാണി ചിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചൂളക്കകത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഒരു 3-4-5 സ്റ്റാഫുകൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കാണാറുണ്ട്. പിന്നെ ഭിത്തിയൊക്കെ നല്ല ടൈലൊട്ടിച്ച് നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നമ്മുടെ മുമ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പാഴ്സൽ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. അത് അടുപ്പ് ഗ്യാസും ഉണ്ട് കേട്ടോ. വിറക് മാത്രമല്ല ഗ്യാസും ഉണ്ട് കേട്ടോ. ഗ്യാസ് കുറ്റിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിൽ ചൈനീസ് ഉണ്ടാക്കാനായിട്ട് ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. അതിനെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പൊറോട്ട എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പൊറോട്ടയാണ് ഈ കടയിൽ കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇതെല്ലാം പാതി ഉപയോഗിച്ച രീതിയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്രഷായിട്ട് നമുക്ക് എടുത്തുണ്ടാക്കി തരുന്നതാണെന്ന് തോന്നുന്നു. കരിവരം ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും കഴിക്കാനായിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്മാവനിരുന്ന് ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട്. അവിടെ ബീഫും ചിക്കനും മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇലയിലാണ് ഇവിടുത്തെ ഭക്ഷണം തരുന്നതൊക്കെ ഇലയിലാണ്. പിന്നെ വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാടൻ ഒരു തട്ടുകട സ്റ്റൈലിലുള്ള കടയാണ്. അപ്പം ആദ്യം തന്നെ ഒരു സലാഡ് കൊണ്ട് വച്ചിട്ടുണ്ട്. ജഗ്ഗും വെള്ളവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതിനകത്ത് വേറെ വലിയ ഡെക്കറേഷനൊന്നുമില്ല. മറ്റേ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെ നാടൻ തട്ടുകട സെറ്റപ്പ് അല്ലെങ്കിൽ നാടൻ ബിരിയാണി കട എന്ന് തന്നെ പറയാം. അല്ലാതെ അവിടെ വേറെ വലിയ ഡിസൈനുള്ള കാരണമൊന്നുമില്ല. നമ്മുടെ ബിരിയാണി ഇതാ കൊണ്ടുവന്നു. ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയാണ് എല്ലായിട്ട്. നമ്മളൊരു ആമ്പൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മസാലയുണ്ടോ അതിൻ്റെ പ്രത്യേകത. ബീഫിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട് അത്യാവശ്യം. കാരണം ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് ഈ വീടിനെക്കുറിച്ച് പറയുന്നത്. ബിരിയാണി കൊള്ളാം, നല്ല ബിരിയാണിയാണ്. പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരൊരു കുഴമ്പ് മീൻസ് ഗ്രേവി കൊണ്ട് വയ്ക്കുമായിരുന്നു. ആ ഗ്രേവി അത്ര വലിയ ഗുണമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു ടേസ്റ്റേ അല്ല, ഒരു വേറെ തമിഴ് സ്റ്റൈലാണ്. ജീരകത്തിൻ്റെ നല്ല ഒരു എസൻസ് വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ലോണം വിശന്നിരുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. ഇപ്പം ബിരിയാണി കഴിച്ച് പകുതി ആയപ്പോഴത്തേക്ക് പുള്ളി വന്ന് ഇനി അടുത്ത് എന്തോ എക്സ്ട്രാ ഫ്രൈയോ കറിയോ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ചിക്കൻ ലെഗ് പീസ് കൂടെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഇപ്പം ബിരിയാണി കൊള്ളാം, നല്ല ബിരിയാണിയാണ്. തമിഴ് ബിരിയാണി. ഇപ്പം നമ്മളെ നാടൻ ഊണെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ പോയി എങ്ങനെ ഇരിക്കുക അതിനൊക്കെയല്ല, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഫീൽ തന്നെയാണ് തമിഴ്നാട് ബിരിയാണി. അപ്പോൾ ലെഗ് പീസ് കൊണ്ടുവന്നില്ല. ഒരു ലെഗ് പീസും ഇത് നാടൻ കോഴിയാണെന്ന് തോന്നുന്നു. സൂക്ഷിച്ച കാലമൊക്കെ നാടൻ കോഴിയായിരിക്കും. ഒരു നാരങ്ങയും പിന്നെ സലാഡും ഉണ്ടായിരുന്നു. നാരങ്ങയൊക്കെ ഒഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞൊരു കലക്കി ഓർഡർ ചെയ്തു. കലക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കലക്കി കഴിക്കുന്നത്. മുമ്പൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ആ ടേസ്റ്റ് ഇപ്പോൾ അതാണ്. കലക്കിക്ക് ശേഷം പിന്നെ ഒരു പൊറോട്ട കഴിച്ചു. ഒരു പൊറോട്ടയ്ക്ക് ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പൊറോട്ടയുണ്ട്, ഇങ്ങനെയുള്ള പൊറോട്ടയാണ്. ഇവിടെ സ്ക്വയർ പൊറോട്ടയാണ്, നമ്മൾ റൗണ്ട് പൊറോട്ടയാണ്. കോയിൽ പൊറോട്ടയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എണ്ണയിൽ പൊരിച്ച് തരുന്നതാണ്. പക്ഷേ എണ്ണയിൽ പൊരിച്ച് ഒരു ഗുണം ഇല്ലായിരുന്നു കേട്ടോ. വലിയ കൊതയൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെയും തമിഴ്നാട് ഫുഡൊക്കെ കൊള്ളായിരുന്നു. വിലയും വലിയ കൂടുതലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 2 പേരുടെ അത്രയും ഐറ്റം കഴിച്ചിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് 400 രൂപയാണ് നമുക്കായത്. അത് നമുക്ക് വളരെ കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്.